ഓക്കെ, സ്ക്രീൻ കാണോ? ക്ലിയർ ആണ്, കാണാം. ഓക്കെ. സോ ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് മാസ് ബാലൻസ് അല്ലെങ്കിൽ എനർജി ബാലൻസിലാണ് അല്ലേ? സോ മാസ് ആൻഡ് എനർജി ബാലൻസ് ആണോ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു ഓപ്പൺ സിസ്റ്റമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ സിസ്റ്റം ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡേറ്റ ഫിക്സ് ചെയ്യുന്നു. ഇവിടെ ഒരു ഡേറ്റ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, വരച്ചവർ വരയ്ക്കണ്ട, വരയ്ക്കാത്തവർ കൂടെ വരച്ചോളാം. ഡേറ്റ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഒരു കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യുന്നു. വി ആർ കൺസിഡറിങ് വൺ കൺട്രോൾ വോളിയം. കൺട്രോൾ വോളിയം. ഈ കൺട്രോൾ വോളിയത്തിന് ഒരു ഇൻലെറ്റ് ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതാണ് ഇൻലെറ്റ്, ഇതാണ് ഔട്ട്ലെറ്റ്. ഓക്കെ. അപ്പോൾ ഇൻലെറ്റിലെ A1 എന്ന് വെച്ചാൽ ഇൻലെറ്റിലെ ഏരിയ ആണ്. A2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലെറ്റിലെ ഏരിയ ആണ്. ഓക്കെ. W1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഇൻലെറ്റ് ആണ്. അതായത് കിലോഗ്രാം പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര മാസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. W2 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ആണ്. P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ അറ്റ് ഇൻലെറ്റ് ആണ്. P2 എന്ന് വെച്ചാൽ പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് ആണ്. അല്ലേ? ആണോ? V1 എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയമാണ്. സ്പെസിഫിക് വോളിയം അറ്റ് ഇൻലെറ്റ് ആണ്. ഇൻലെറ്റ് എന്ന് വെച്ചാൽ സെക്ഷൻ 1 എന്ന് എടുക്കാൻ പോവാം. 1 എന്ന സെക്ഷനാണ് ഇൻലെറ്റ്. ഈ സെക്ഷൻ 2 എന്ന് പറയുന്ന സെക്ഷനാണ് ഔട്ട്ലെറ്റ്. അപ്പോൾ V2 എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം അറ്റ് ഔട്ട്ലെറ്റ് ആയിരിക്കുമല്ലോ. V1 എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം അറ്റ് ഇൻലെറ്റ് ആണെങ്കിൽ V2 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഓക്കെ. ഇനി ഞാൻ ഇതിൻ്റെ U1 എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി അറ്റ് ഇൻലെറ്റ്. അപ്പോൾ U2 എന്തുമായിരിക്കും? U2 എന്തുമായിരിക്കും? U2 ഈസിക്കൽ ടു ഇൻറ്റേർണൽ എനർജി അറ്റ് ഔട്ട്ലെറ്റ്. എഴുതിക്ക് വേണം. U2 ഈസിക്കൽ ടു ഇൻറ്റേർണൽ എനർജി അറ്റ് ഔട്ട്ലെറ്റ്. അടുത്ത ക്യാപിറ്റൽ V1. ക്യാപിറ്റൽ V1 എന്ന് പറയുമ്പം വെലോസിറ്റി ആണ്. വെലോസിറ്റി അറ്റ് ക്യാപിറ്റൽ V1 എന്താണ്? വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ക്യാപിറ്റൽ V2 എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓരോ ടേംസ് ആണ് പറയുന്നത്. A1 W1. സ്ക്രീൻ സ്റ്റക്കായോ? സ്ക്രീൻ സ്റ്റക്കാ. വെയിറ്റ്. ഇപ്പൊ വന്നു. ഓക്കെ, ഞാനങ്ങോട്ട് മാറിയിരിക്കാം. ഇവിടുത്തെ റേഞ്ച് ഇഷ്യൂ എന്ന് തോന്നുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്. സ്ക്രീൻ ഇപ്പം കാണാമോ? കാണാം. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തി എവിടാ? V1 V2 ആണോ? V1 എന്താണ്? ക്യാപിറ്റൽ V1 എന്താണ്? വെലോസിറ്റി ആയിട്ട്
വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്, ക്യാപിറ്റൽ വി ടു വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഹീറ്റ് അഡീഷൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ, പറഞ്ഞില്ലേ? ഹീറ്റ് അഡീഷൻ, ഹീറ്റ് ആഡഡ് ടു സിസ്റ്റം. ഹീറ്റ് ആഡഡ് ടു സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എന്ത് പറയാം? ക്യൂ എന്നല്ലേ പറയുന്നത്. ഹീറ്റ് ആഡഡ് ടു സിസ്റ്റം എന്ന് എന്താണ്? ക്യൂ അല്ലേ? ഹീറ്റ് ആഡഡ് ടു സിസ്റ്റം ക്യൂ അല്ലേ? പക്ഷെ എനിക്ക് ക്യൂ അല്ല വേണ്ടത്, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് വേണ്ടത്. അപ്പം എന്ത് വേണം? ഡി ക്യൂ ബൈ ഡി ടോ. ടോ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്രീനിൽ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിൽ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടോ എന്ന് വെച്ചാൽ എന്താണ്? ഡി ക്യൂ ബൈ ഡി ടോ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് ഓരോ പെർ ടൈം എത്ര ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്നാണ് ഡി ക്യൂ ബൈ ഡി ടോ. വെറും ക്യൂ എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? അത് ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ട റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഷാഫ്റ്റ് വർക്ക് കിട്ടുന്നുണ്ട്. ആ ഷാഫ്റ്റ് വർക്ക് കിട്ടുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ WX എന്നാണ് ഷാഫ്റ്റ് വർക്കിന് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? വെറും WX ആണോ വേണ്ടത്? നമുക്ക് വേണ്ടത് എന്താണ്? റേറ്റ് ഓഫ് വർക്ക്, ഷാഫ്റ്റ് വർക്കാണ് അല്ലേ? റേറ്റ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കണം? എങ്ങനെ എടുക്കണം? എങ്ങനെ എടുക്കണ്ടേ? DWX ഡിവൈഡ് ബൈ ഡി ടോ എന്ന് എഴുതണ്ടേ? എന്ത് പറ്റി? എന്തൊരു പ്രശ്നമുണ്ടോ? ഹലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേൾക്കുന്നതിനകത്ത് പറയുന്നത് ഇതിന് പ്രശ്നമുണ്ടോ? എനിക്ക് എന്താ കേൾക്കുന്നില്ല. ഗൗരി കേൾക്കുന്നുണ്ടോ? ഗൗരി ഓക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പോൾ രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞു. അതായത് ഡി ക്യൂ ബൈ ഡി ടോ അതെന്താണ്? നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കൺട്രോൾ സർഫസ്. ആ ഒരു കൺട്രോൾ സർഫസിന് അക്രോസ് ആയിട്ട് സംഭവിക്കുന്ന നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് ഡി ക്യൂ ബൈ ഡി ടോ എന്ന് പറയുന്നത്. ആണല്ലോ. അപ്പോൾ അടുത്തത് DWX ബൈ ഡി ടോ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ത്രൂ കൺട്രോൾ സർഫസ്. രണ്ടിൻ്റെ യൂണിറ്റ്, രണ്ടും എനർജിയാണ്. രണ്ടിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. ആണോ? രണ്ടിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഇതിനകത്ത് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട്. ഈ ഇൻലെറ്റ് ഡേറ്റം സർഫസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹൈറ്റ് Z1 ആണ്. ഈ ഔട്ട്ലെറ്റ് ഡേറ്റം സർഫസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹൈറ്റ് Z2 ആണ്. ഓക്കെ. അപ്പോൾ Z1 ആൻഡ് Z2 എന്ന് പറയുന്നത് എന്താണ്? എലിവേഷൻ എബവ് ദി ഡേറ്റം സർഫസ്. എന്താണ് Z1 ആൻഡ് Z2? എന്താണ്? Z1 ആൻഡ് Z2 ആർ എലിവേഷൻ എബവ് ദി ഡേറ്റം സർഫസ്. Z1 ആൻഡ് Z2 ആർ എലിവേഷൻ എബവ് ദി ഡേറ്റം സർഫസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? A1 and A2 area of cross sections, W1 and W2 mass flow rate, then pressure P1 and P2,
then specific volume small v1 and v2, then internal energy u1 and u2, and velocity capital v1 and v2, then dq by dt net heat transfer to the control surface, and dwx by dt net work transfer to the control surface, and v1 and v2 and z1 and z2 elevation above the data surface. ഇത്രയും ടേംസ് മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഡെറിവേഷൻ പോയിന്റ് ഓഫ് വ്യൂ പോകാൻ പറ്റത്തുള്ളൂ. ഇത്രയും ടേംസ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ സ്റ്റുഡൻസ്? സുരഭി കേൾക്കുന്നുണ്ടോ? ആദർശ്, ഷിബിൻ, കേൾക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ആ ഒരു ഇമേജ് മനസ്സിലോട്ട് ഓർക്കുക. ആ ഒരു കൺട്രോൾ സർഫ് പറഞ്ഞു. എന്താ പറ്റി? സുരഭിക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ, ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഓക്കെ, എന്തായാലും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഹലോ സാർ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ ഇത്രയും ടേംസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് അതിൻ്റെ ഡെറിവേഷൻ ഫോമിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് മാസ് ബാലൻസ് ആൻഡ് എനർജി ബാലൻസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാസ് ബാലൻസ് പറയാം. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് എഴുതുക മാസ് ബാലൻസ്. അപ്പം നമുക്ക് മാസ് ബാലൻസ് പറയുമ്പോഴത്തേന് ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, by law of conservation of mass, there is no accumulation of mass within the control volume. That is mass flow rate entering is equal to mass flow rate leaving. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞു അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് പറയുന്നത്? Energy can neither be created or destroyed. It changes from one form to another. അതെ, എനർജി neither be created nor be destroyed. It can be converted from one form to another. അതാണ് എനർജി കൺസർവേഷൻ. അതുപോലെ തന്നെ മാസ് കൺസർവേഷൻ ഉണ്ട്. അതായത് മാസ് നമുക്കൊരു ഒരു കൺട്രോൾ വോളിയത്തിനകത്തോട്ട് ഒരു ഇൻലെറ്റും ഉണ്ട്, ഒരു ഔട്ട്ലെറ്റും ഉണ്ട് ആണല്ലോ. ഒരു ഇൻലെറ്റും ഉണ്ട്, ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൺട്രോൾ വോളിയത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കൂടുതൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എത്രയാണോ ഇൻലെറ്റ് എൻ്റർ ചെയ്യുന്നത് അത്രയും തന്നെ ഔട്ട്ലെറ്റിലൂടെ ഇറങ്ങിപ്പോകണ്ടേ അല്ലേ? അപ്പോൾ ബൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് പറയാൻ പറ്റും ദർ ഈസ് നോ അക്യുമുലേഷൻ ഓഫ് മാസ് വിത്തിൻ ദി കൺട്രോൾ വോളിയം. അപ്പോൾ കൺട്രോൾ വോളിയത്തിനുള്ളിൽ നമുക്ക് എന്താണ് മാസിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാകത്തില്ല. അതായത് മാസ് ഫ്ലോ റേറ്റ് എൻ്ററിങ് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ലീവിങ്. അങ്ങനെ പറയാൻ പറ്റുമോ? എത്രയാണോ കയറുന്നത് അത്ര തന്നെ ഇറങ്ങിപ്പോണ്ടേ? അതിനകത്ത് കെട്ടിക്കിടക്കാനുള്ള ഇതുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ കൺട്രോൾ വോളിയത്തിനകത്ത് എത്രയാണോ നമുക്ക് മാസ് അതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നത് അത്ര തന്നെ അതിനകത്തോട്ട് ഇറങ്ങി പോകാൻ വേണം. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് എൻ്ററിങ് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ലീവിങ്. അതായത് നമ്മൾ ഒരു ഓസ് എടുക്കുന്നു. ഓക്കെ, നമ്മൾ വെള്ളം അടിക്കുന്ന ഓസില്ലേ, വെള്ളം അടിക്കുന്ന ഹോസില്ലേ, കണ്ടിട്ടില്ല?
അവിടെ നമ്മൾ ഒരു എൻഡ് നമ്മൾ പൈപ്പോട്ട് കണക്ട് ചെയ്യുന്നു, ഒരു എൻഡ് ഓപ്പൺ ആയിട്ട് വിടുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്, ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ക്വാണ്ടിറ്റി വെള്ളം ആ പൈപ്പിനകത്തൊരു എൻ്റർ ചെയ്തിട്ടുണ്ടോ അത്രയും ക്വാണ്ടിറ്റി അതിനകത്തുനിന്ന് എക്സിറ്റ് ആയി പോകത്തില്ലേ? ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ക്വാണ്ടിറ്റി ആ പൈപ്പിനകത്തൊരു എൻ്റർ ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ അവിടെ നിന്ന് എക്സിറ്റ് ആയി പോകത്തില്ലേ? അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ആ ഓസിനകത്ത് വെള്ളം അക്കുമുലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വാട്ടർ അക്കുമുലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടോ? കയറുന്നത് കൂടുതൽ കയറും, കുറച്ച് ഇറങ്ങിപ്പോകും, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് entering the control volume is equal to mass flow rate leaving the control volume. ഓക്കെ, അപ്പോൾ മാസ് ഫ്ലോ റേറ്റിൻ്റെ ഫോർമുല എന്താണ്? ഇക്വേഷൻ സിമ്പിൾ എന്താണ്? മാസ് ഫ്ലോ റേറ്റിൻ്റെ സിമ്പിൾ എന്താണ്? മാസ് ഫ്ലോ റേറ്റിൻ്റെ സിമ്പിൾ എന്താണ്? മാസ് ഫ്ലോ റേറ്റിൻ്റെ സിമ്പിൾ എന്താ? W. അപ്പം നമുക്ക് W1 = W2 എന്ന് എഴുതാമോ? W1 = W2 എന്ന് എഴുതാമോ? ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് A1 V1 ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം A2 V2 ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എഴുതാം. A1 എന്താണ്? A1 എന്താണ്? A1 എന്താണ്? A1 എന്താണ്? ഏരിയ ഓഫ് A1 ഏരിയ. V1 എന്താണ്? സ്മോൾ V1 ഓഫ് സ്പെസിഫിക് വോളിയം ആൻഡ് ഇൻലെറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചായിരുന്നു അല്ലേ? A1 V1 = A2 V2 പഠിച്ചായിരുന്നോ? ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചായിരുന്നോ? ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചായിരുന്നോ? നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്തില്ല. ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ സെമസ്റ്ററിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് A1 V1 = A2 V2 എന്ന് പഠിച്ചിട്ടുണ്ടോ? ഏതാ കണ്ടിന്യൂറ്റി ഇക്വേഷൻ? ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. പക്ഷേ അവിടെ ഒരു സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞ ടേമിൻ്റെ ഡിവിഡ് വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനാണ് മാസ് ബാലൻസ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനാണ് മാസ് ബാലൻസ് ഇക്വേഷൻ. അല്ലെങ്കിൽ വേറൊരു പേര് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ പേര് തന്നെ പറയാം, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ മാസ് ബാലൻസ് എങ്ങനെ നമുക്ക് പറയുന്നത്? ഹൗ നമുക്ക് മാസ് ബാലൻസ് എങ്ങനെ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് there is no accumulation of mass within the control volume. The mass flow rate entering is equal to mass flow rate leaving. Okay, ആണോ? അപ്പോൾ നമുക്ക് W1 = W2 എന്ന് എഴുതാം. അതിന് നമുക്ക് A1 V1 by small v1 = A2 V2 by small v2 എന്ന് എഴുതാം. എഴുതാമോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മാസ് ബാലൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ A1 V1 by small v1 = A2 V2 by small v2 എന്ന ഇക്വേഷനെ പറയുന്ന പേരാണ് മാസ് ബാലൻസ് ഇക്വേഷൻ അഥവാ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം. അപ്പോൾ ഇത്രയും ഈ മാസ് ബാലൻസ് ക്ലിയർ ആയതുകൊണ്ടെങ്കിൽ നമുക്ക് ഇനി എനർജി ബാലൻസിലോട്ട് പോവാം. ഓക്കെ ആണോ? ഇത്ര എഴുതിയോ എല്ലാവരും? ഏതാ സ്മോൾ V1? കേട്ടില്ലടാ. സ്മോൾ V1 ഉം V2 ഉം എന്ത്? സ്ലോ ചെയ്യുക എന്ന് വെച്ചാ സാറേ ഈ സ്മോൾ V1 ഉം സ്മോൾ V1 V2
ഓക്കെ ഞാൻ പറയാം. സ്മോൾ വി വൺ വി ടു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കാണിച്ചു തരാം. സ്മോൾ വി വൺ വി ടു നോക്കിക്കേ, സ്പെസിഫിക് വോളിയം അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. സ്മോൾ വി വൺ വി ടു സ്പെസിഫിക് വോളിയം അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. കേട്ടോ, സ്പെസിഫിക് വോളിയം ആറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എനർജി ബാലൻസ് ആണ്. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിയോ എനർജി ബാലൻസ്. അടുത്ത ഹെഡിങ് എഴുതിയോ എനർജി ബാലൻസ്. സോ നമ്മൾ എനർജി ബാലൻസ് നോക്കുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്തുവാ? ഹീറ്റ് ട്രാൻസ്ഫർ എന്തുവാ? ഹീറ്റ് ട്രാൻസ്ഫർ എന്തുവാ? ഡി ക്യൂ ബൈ ആർക്ക് പറയാൻ അറിയത്തില്ല. ഡി ക്യൂ ബൈ ഡീറ്റോ. വർക്ക് ട്രാൻസ്ഫറോ? വർക്ക് ട്രാൻസ്ഫർ ഇങ്ങനെ ഇതാവോ? ഇങ്ങനെ ഇതാവോ? ഇങ്ങനെ ഇതാവോ? അപ്പം നമുക്ക് സത്യം പറഞ്ഞാലാ ഇതെന്ന് വെച്ചാൽ എന്താണ്? ഡബ്ല്യു എക്സ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് വർക്കിൻ്റെ കേട്ടോ, ഷാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡബ്ല്യു ഇസിക്കൽ ടു ഷാഫ്റ്റ് വർക്ക് മാത്രമല്ല, എന്താണ് ഫ്ലോ വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം. ഷാഫ്റ്റ് വർക്ക് പ്ലസ് ഫ്ലോ വർക്കാണ്. കാരണം ഇവിടെ ഒരു ഫ്ലോ പ്രോസസ്സ് അല്ലേ? ആണോ? ഇവിടെ ഒരു ഫ്ലോ പ്രോസസ്സ് അല്ലേ? ആണോ? ഫ്ലോ പ്രോസസ്സ് ആകുമ്പം ഷാഫ്റ്റ് വർക്ക് പ്ലസ് ഫ്ലോ വർക്കാണ് ടോട്ടൽ വർക്ക് ഡൺ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇതൊരു ഫ്ലോ പ്രോസസ്സാണ്. ഒരു ഇൻലെറ്റ് ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഫ്ലൂയിഡ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു ഷാഫ്റ്റ് വർക്ക് ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ എടുത്തു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? ഫ്ലോ വർക്കും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ആണല്ലോ? അപ്പോൾ ഷാഫ്റ്റ് വർക്കിനെ നമ്മൾ കൊടുത്ത് ഡബ്ല്യു എക്സ് എന്ന ഷാഫ്റ്റ് വർക്ക് ഉണ്ട്. ഫ്ലോ വർക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് പഠിച്ച സമയത്ത് ഫ്ലോ വർക്കിൻ്റെ ഫോർമുല ഞാൻ എന്തോ പറഞ്ഞിരുന്നത്? നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് പഠിച്ച സമയത്ത് ഫ്ലോ വർക്കിൻ്റെ ഫോർമുല എന്തോ പറഞ്ഞു? ഒന്ന് മറിച്ച് നോക്കിക്കേ. നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് പഠിച്ച സമയത്ത് ഫ്ലോ വർക്കിൻ്റെ ഫോർമുലയാണ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് പറയാമോ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് പഠിച്ച സമയത്ത് ഫ്ലോ വർക്കിൻ്റെ ഫോർമുല ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അതായത് പ്രഷർ ഇൻറ്റു വോളിയത്തിന് ഡിഫറൻസ് അല്ലേ, പി ഡി വി വർക്ക്. അപ്പോൾ ഫ്ലോ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കിന് അപ്പോൾ ഈ ഫ്ലോ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡി വി വർക്ക് ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇൻലെറ്റിൽ ഡി എം മാസ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുക. എന്തുവാ? ഡി എം മാസുള്ള ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു. എത്ര? ഡി എം മാസുള്ള ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു. ആണല്ലോ? ഇപ്പോൾ ഇൻലെറ്റ് ആയതുകൊണ്ട് ഞാൻ ഡി എം വൺ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഔട്ട്ലെറ്റില്ല. ഇനി ഔട്ട്ലെറ്റ് ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്നത് ഡി എം ടു വന്നിരിക്കട്ടെ. എന്താ പറയുന്നത്? ഇൻലെറ്റിൽ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത് ഡി എം വൺ ആണ്, ഇൻലെറ്റിലെ ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്നത് ഡി എം ടു ആണ്.
ഓക്കെ. അപ്പം നമുക്ക് ഈ ഫ്ലോ വർക്ക് ചെയ്യുമ്പോഴത്തേന് ഈ PDB വർക്കിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും? എന്തുകൂടെ മൾട്ടിപ്ലൈ എടുക്കേണ്ടി വരും? ഫ്ലോ വർക്ക് അറ്റ് ഇൻലെറ്റ്. ഫ്ലോ വർക്ക് അറ്റ് ഇൻലെറ്റ് P1 V1 DM എന്ന് കൊടുക്കാവോ? P1 V1 DM. കാരണം PDB ആണ് അവിടുത്തെ വർക്ക്. അപ്പോൾ ഞാൻ ഇവിടെ P1 V1 അവിടുത്തെ പ്രഷർ P1 അവിടുത്തെ വോളിയം V1 എന്ന് കൊടുത്ത് P1 D1 കൊടുക്കും. ഇത് സ്മോൾ V1 ആണ്. സ്മോൾ V1 P1 V1 അതിൻ്റെ കൂടെ എത്ര മാസം അവിടെ എൻ്റർ ചെയ്യുന്നത്? എത്ര മാസം എൻ്റർ ചെയ്യുന്നത്? മാസ് ഫ്ലോ റേറ്റ് അല്ല പറയുന്നത്, വെറും മാസമാണ്. DM1 മാസമാണ് എൻ്റർ ചെയ്യുന്നത്. ഫ്ലോ വർക്ക് അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്ലോ വർക്ക് അറ്റ് ഔട്ട്ലെറ്റ് എങ്ങനെ എഴുതാം പറഞ്ഞേ? ഫ്ലോ വർക്ക് അറ്റ് ഔട്ട്ലെറ്റ് എങ്ങനെ എഴുതാം? P2 V2 DM2. ഓക്കെ. നമ്മൾ പറഞ്ഞ വർക്ക് ഡൺ ടു ദ സിസ്റ്റം എന്താണ്? വർക്ക് ഡൺ ടു ദ സിസ്റ്റം എന്താണ്? വർക്ക് ഡൺ ടു ദ സിസ്റ്റം എന്താണ്? വർക്ക് ഡൺ ടു ദ സിസ്റ്റമോ? അപ്പോൾ ഇതിനകത്ത് ഏതാ നെഗറ്റീവ് വരുന്നത്? ഇതിനകത്ത് ഏതാ നെഗറ്റീവ് വരുന്നത്? ഇൻലെറ്റ്. അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. ഇതോ? ഇത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, അതായത് സിസ്റ്റത്തിന് പുറത്തോട്ട്. അപ്പോൾ ഇതെന്താണ്? ഇതെന്താണ്? പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ ഞാൻ എന്തോ പറഞ്ഞു? ടോട്ടൽ വർക്ക് W = നമ്മൾ എന്തോ പറഞ്ഞിരുന്നത്? ഷാഫ്റ്റ് വർക്ക് പ്ലസ് ഫ്ലോ വർക്ക്. ഇപ്പോൾ W ഞാൻ ടോട്ടൽ വർക്ക് ഷാർട്ട് വർക്ക് WX എന്ന് എടുത്തേക്കണേ. ഷാർട്ട് വർക്ക് WX പ്ലസ് ഫ്ലോ വർക്ക് എന്തൊക്കെയുണ്ട്? മൈനസ് ഓഫ് P1 V1 DM1 പ്ലസ് P2 V2 DM2. എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? ടോട്ടൽ വർക്ക് = ഷാഫ്റ്റ് വർക്ക് പ്ലസ് ഫ്ലോ വർക്ക്. ഷാഫ്റ്റ് വർക്ക് രണ്ടെണ്ണം ഉണ്ട്. WX. ഫ്ലോ വർക്ക് ഇൻലെറ്റും ഉണ്ട് ഔട്ട്ലെറ്റും ഉണ്ട്. ഫ്ലോ വർക്കിൻ്റെ ഫോർമുല PDB വർക്ക് തന്നെയാണ്. P1 V1 ഇൻറ്റു DM1 മാസ് ഉള്ളുണ്ട്, DM1 കൊടുക്കുന്നു. പിന്നെ ഔട്ട്ലെറ്റിന് P2 V2 DM2 മാസമാണ്, DMT മൾട്ടിപ്ലൈ കൊടുക്കുന്നത്. പക്ഷേ ഇൻലെറ്റിലോട്ട് കൊടുക്കുന്നത് നെഗറ്റീവ്, ഔട്ട്ലെറ്റ് പോസിറ്റീവ്. കാരണം വർക്ക് ഡൺ ബൈ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ടു സിസ്റ്റം നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ വർക്കിൻ്റെ ഫോർമുല W = ഷാഫ്റ്റ് വർക്ക് പ്ലസ് ഫ്ലോ വർക്ക് എന്ന് എഴുതുന്നു. അപ്പോൾ ഷാഫ്റ്റ് വർക്ക് WX, ഫ്ലോ വർക്ക് മൈനസ് P1 DM1 പ്ലസ് P2 V2 DM2 എഴുതാം. ഇത്രയും ക്ലിയർ ആവോ? സാറേ മനസ്സിലാവാത്തവരോട് ചോദിക്കുക. കാരണം ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡെറിവേഷൻ ചോദിക്കുന്നതാണ്. സ്റ്റഡി ഫ്ലോയുടെ ഡെറിവേഷൻ ഇത് സിമ്പിളാണ്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഇന്ന് തീർക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത്. ക്ലിയർ ആയോ? ഇത് പറയണോ ഇനി? ഒന്നുകൂടെ പറയാം. ഓക്കെ. അപ്പം എനിക്ക് ഒന്നുകൂടെ പറയാം. നോക്കിയേ, ടോട്ടൽ വർക്ക് W = ഓക്കെ ഷാഫ്റ്റ് വർക്ക് പ്ലസ് ഫ്ലോ വർക്ക് എന്നാണ്
ഇവിടെ ഉള്ളത്. കാരണം എന്താ, ഇവിടെ ഷാഫ്റ്റ് വർക്ക് എന്തോ ഉണ്ട്, WX ഓൾറെഡി ഉണ്ട്. ഫ്ലോ വർക്ക് എത്ര നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഫ്ലോ വർക്ക് വരാൻ കാരണം ഇതെന്താണ്, ഇതൊരു ഫ്ലോ പ്രോസസ്സ് ആയതുകൊണ്ടാണ് അല്ലേ. ഇതൊരു ഫ്ലോ പ്രോസസ്സ് അല്ലേ, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ. അതുകൊണ്ട് എന്തായാലും ഫ്ലോ വർക്ക് ഉണ്ടാവുമല്ലോ. ഫ്ലോ വർക്കിൻ്റെ ഫോമുല നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, PdV എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ. ഓക്കെ, ഫ്ലോ വർക്ക് ഞാൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുവാണ് ഇൻലെറ്റിലോട്ട് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് DM1 എന്നിരിക്കട്ടെ. ഓക്കെ, ഔട്ട്ലെറ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് DM2 എന്നിരിക്കട്ടെ. അപ്പോൾ ഫ്ലോ വർക്ക് അറ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നത് PdV ആണല്ലോ. ഇൻലെറ്റിലെ എന്തൊക്കെയാ P1 V1 അല്ലേ. അതിൻ്റെ കൂടെ തന്നെ എത്ര മാസം എൻ്റർ ചെയ്യുന്നത്, അതുകൊണ്ട് DM1 കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ആണോ. ഇത് യൂണിറ്റ് മാസം, P1 V1 യൂണിറ്റ് മാസമാണ്. അപ്പോൾ DM1 മാസം എൻ്റർ ചെയ്യുകയാണെങ്കിൽ DM1 കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ആണോ. ഇത് വർക്ക് ഡൺ ടു ദ സിസ്റ്റം അല്ലേ, ഇറ്റ് ഈസ് എൻ്ററിങ് ടു ദ സിസ്റ്റം. അപ്പോൾ ഇതെന്താണ് നെഗറ്റീവാണ്. ഇനി ഫ്ലോ വർക്ക് അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോഴത്തേനും എന്ത് വരും, ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഫ്ലോ വർക്ക് അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, P2 V2 DM2 എന്ന് വരും. അപ്പോൾ അതെന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഈ ഫോർമുലയ്ക്ക് അതിട്ട് കൊടുക്കുക. ക്യാപിറ്റൽ W = ഷാഫ്റ്റ് വർക്ക് WX പ്ലസ് ഫ്ലോ വർക്ക് അറ്റ് ഇൻലെറ്റ് എന്തുവാ, മൈനസ് ഓഫ് P1 V1 DM1. ഫ്ലോ വർക്ക് അറ്റ് ഔട്ട്ലെറ്റ് എന്തുവാ, P2 V2 DM2. ഇത്രയും കാര്യങ്ങൾ ഇത്രയും ക്ലിയർ ആയോ. ഇത്ര മനസ്സിലാവാതെ ആറ്. ഇനി ഞാൻ ഇതിന് റേറ്റ് എടുക്കാൻ പോവാ. റൈറ്റിംഗ് ഇൻ റേറ്റ് ഫോം. റേറ്റ് എടുക്കാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കാൻ പോവാ. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാ. dW/dτ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ dW/dτ ഇവിടെ എങ്ങനെ വരും, dW/dτ ഇവിടെ എങ്ങനെ വരും, പറഞ്ഞേ എല്ലാ ടേമിനെയും വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും അറിയത്തില്ലേ. കേൾക്കുന്നില്ല, ഹലോ. dWx/dτ ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ. ഇതിനകത്ത് P1 V1 ഒക്കെ എനിക്ക് വെളി ചെയ്താമല്ലോ. കാരണം 1 എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറും P1 V1 എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. 1 എന്ന് പറഞ്ഞ പോയിന്റ് P1 V1 എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ എന്താ DM1/dτ എന്ന് ചെയ്താലോ, പ്ലസ് P2 V2 DM2/dτ എന്ന് ചെയ്താലോ. ഏതാവും. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇതിന് ആർക്കൊരു സംശയമുണ്ടോ. എന്നിട്ട് ഇതിനകത്ത് DM1/dτ എന്ന് വെച്ചാൽ എന്തു സത്യത്തിലാ, DM1/dτ എന്ന് വെച്ചാൽ എന്ത് സത്യത്തിലാ, DM1/dτ എന്ന് വെച്ചാൽ എന്തു സത്യത്തിൽ W1 അല്ലേ. DM2/dτ എന്ന് വെച്ചാൽ എന്തുവാ, W2 അല്ലേ. കാരണം W1 എന്ന് വെച്ചാൽ എന്തുവാ, റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ആണ് അല്ലേ.
കിലോഗ്രാം പെർ സെക്കൻഡ് അല്ലേ? ഇവിടെ കിലോഗ്രാം പെർ സെക്കൻഡ് കിടക്കുന്നത് dm1/d2യും dm2/d2 അല്ലേ? അപ്പോൾ അതിനേക്ക് അതിന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? dw/d2 ഈസ് ഈക്വൽ ടു dwx/d2 മൈനസ് ഓഫ് p1 v1 w1 പ്ലസ് p2 v2 w2 എന്ന് എഴുതാവോ? സാർ എഴുതാം. ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മുടെ ടോട്ടൽ വർക്ക് ഈസിക്കൽ ടു ഷാഫ്റ്റ് വർക്ക് പ്ലസ് PdV വർക്ക്, ഷാഫ്റ്റ് വർക്ക് പ്ലസ് ഫ്ലോ വർക്ക് എന്ന് എടുക്കുന്നു. ആ ഫ്ലോ വർക്ക് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നമ്മൾ ഫ്ലോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ dmm മാസമാണ് ഇൻലെറ്റ് എൻ്റർ ചെയ്യുന്നത്, dm2 മാസമാണ് ഔട്ട്ലെറ്റ് എക്സിറ്റ് ആവുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ഫ്ലോ വർക്കിൻ്റെ ഇൻലെറ്റിൽ എന്ന് പറയുമ്പോഴത്തേന് P1 V1 dm1 കിട്ടുന്നു. പക്ഷേ അത് നെഗറ്റീവാണ്, ബിക്കോസ് ഈ ഫ്ലൂയിഡ് ഈസ് എൻ്ററിങ് ടു ദ സിസ്റ്റമാണ്. അപ്പോൾ വർക്ക് ഡൺ ടു സിസ്റ്റം നെഗറ്റീവാണ്. ആൻഡ് P2 V2 dm2 ആണ് വർക്ക് ഡൺ, ഫ്ലൂയിഡ് ഈസ് ലീവിങ് ഫ്രം ദ സിസ്റ്റം. അപ്പോൾ അത് നെഗറ്റീവാണ്, P2 V2 dm2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കുമ്പം dw/d2 ഈസിക്കൽ ടു dwx/d2 മൈനസ് p1 v1 dm1/d2 പ്ലസ് p2 v2 dm2/d2 കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കിയപ്പോൾ dm1/d2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ W1 എന്ന് കൊടുക്കുന്നു, dm2/d2 എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ W2 എന്ന് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഇനി നമ്മൾ അടുത്ത പറയാൻ വന്നത് അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജിയുടെ കൺസർവേഷൻ അനുസരിച്ച് എന്താ പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? മാസ് ഓഫ് എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണോ? അതെ. അപ്പം നമ്മുടെ ഇൻലെറ്റിലോട്ട് എത്ര എനർജി കൊടുക്കുന്നുണ്ടോ അത്ര എനർജി തന്നെയല്ലേ എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാം? ദർ ഈസ് നോ അക്യുമുലേഷൻ energy inside the control volume. അപ്പോൾ എന്താണ് ടോട്ടൽ എനർജി ഓഫ് ഫ്ലോ സ്ട്രീം എൻറ്ററിങ് ദ സിസ്റ്റം equal to total energy of flow stream leaving the system. അതായത് ഒരു സിസ്റ്റം, ഒരു ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുമ്പോൾ എത്ര എനർജി ഉണ്ടോ ലീവ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ടോട്ടൽ എനർജി എൻ്ററിങ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലീവിങ് ദ സിസ്റ്റം ആയിരിക്കും. ആണോ? ടോട്ടൽ എനർജി എൻ്ററിങ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ലീവിങ് ദ സിസ്റ്റം ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നു, നമ്മൾ W1 എന്ന് പറയുന്നത് എന്താണ്? മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഇൻലെറ്റാണ്. W1ൻ്റെ എനർജി E1 എന്നിരിക്കട്ടെ, W1ൻ്റെ എനർജി E1 എന്നിരിക്കട്ടെ. W1 എന്ന് പറയുന്ന മാസ് ഫ്ലോ റേറ്റിൻ്റെ ആ ഒരു റേറ്റിൻ്റെ എനർജി E1 എന്നിരിക്കട്ടെ. W2ൻ്റെ എന്താ? E2 എന്നിരിക്കട്ടെ. ആണല്ലോ. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദിസ് W1 റേറ്റിൻ്റെ ടോട്ടൽ എനർജി എത്ര വരും? W1 E1 എന്ന് വരത്തില്ലേ? ഇത് യൂണിറ്റ് മാസിൻ്റെ, ഇത് W1 ഫ്ലോ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ W1 E1 അല്ലേ അവിടുത്തെ ടോട്ടൽ എനർജി.
ആണോ? യെസ് ഓർ നോ? ഇടയ്ക്ക് വോയിസ് കട്ടാകുന്നുണ്ട്, ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പം നമുക്ക് എവിടെ വരെ കേട്ട്? ടോട്ടൽ എനർജി എൻറ്ററിങ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലീവിങ്. ടോട്ടൽ എനർജി എൻ്റർ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലീവിങ് സിസ്റ്റം. അപ്പോൾ ഞാൻ പറയുന്നു W1 ആണ് ഇൻലെറ്റിലെ മാസ് ഫ്ലോ റേറ്റ്. ആണോ? അതെ. E1 എന്ന് പറയുന്നത് ഇൻലെറ്റിലെ യൂണിറ്റ് മാസിൻ്റെ എനർജിയാണ്. ഇൻലെറ്റിലെ യൂണിറ്റ് മാസിൻ്റെ എനർജിയാണ് E1. E2 എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് മാസിൻ്റെ എനർജി. ഇതെന്ന് E2 എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് മാസ് എനർജി അറ്റ് ഔട്ട്ലെറ്റ്. അപ്പം നമുക്ക് ടോട്ടൽ എനർജി ഓഫ് W1 അറ്റ് ഇൻലെറ്റ് എന്തുമായിരിക്കും? ടോട്ടൽ എനർജി ഓഫ് W1 അറ്റ് ഇൻലെറ്റ് എന്തുമായിരിക്കും? W1E1. W1E1 ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? W1E1 ഈക്വൽ ടു ടോട്ടൽ എനർജി W2E2 എന്ന് പറയാം. പക്ഷേ ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആണോ? സത്യം പറഞ്ഞാൽ W1E1 ഈക്വൽ ടു W2E2 ആണോ? വേറെ കുറേ എനർജി ട്രാൻസ്ഫർ നടക്കുന്നില്ല ഇതിനകത്ത്. കാരണം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ഇല്ലേ? അതുകൂടെയൊക്കെ ആഡ് ചെയ്യണ്ടേ? ആണോ? അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കുന്നത് ഇൻലെറ്റോട്ടല്ലേ? ആഡ് ചെയ്യുമല്ലേ? അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എവിടെ കൊടുക്കണം? ഹീറ്റ് ട്രാൻസ്ഫർ എവിടെ കൊടുക്കണം? ഏത് സൈഡിൽ കൊടുക്കണം? ഏത് സൈഡിലാണ് കൊടുക്കണം ഹീറ്റ് ട്രാൻസ്ഫർ? ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഏത് സൈഡിലാണ് കൊടുക്കണ്ടേ? ഇൻലെറ്റ് സൈഡിലാണോ ഔട്ട്ലെറ്റ് സൈഡിലാണോ കൊടുക്കണ്ടേ? നമ്മൾ എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതുക. ഇൻലെറ്റിൻ്റെ കയറുന്ന സ്ട്രീമിൻ്റെ ടോട്ടൽ എനർജിയാണ് W1E1. ഈ ഔട്ട്ലെറ്റിൽ ഇറങ്ങുന്ന സ്ട്രീമിൻ്റെ ടോട്ടൽ എനർജിയാണ് W2E2. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ എനർജീസ് ഉണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് വർക്ക് ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്. അതും കൂടി ഇതിനകത്ത് ബാലൻസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് എനർജി ബാലൻസ് ഇക്വേഷൻ ആകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമല്ലേ? അപ്പോൾ അത് ഇൻലെറ്റിലാണോ കൊടുക്കേണ്ടത് ഔട്ട്ലെറ്റിലാണോ കൊടുക്കേണ്ടത്? ഹീറ്റ് കൊടുക്കുമല്ലേ? നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് ഹീറ്റ് ആഡ് കൊടുക്കുമല്ലേ? അപ്പോൾ എവിടെ കൊടുക്കണ്ടേ? അപ്പം നമുക്ക് ഹീറ്റ് നമ്മൾ റേറ്റാണ് എടുക്കുന്നത്, dQ/d. കാരണം ഇവിടെ റേറ്റ് അല്ലേ? W1 എന്ന് വെച്ചാൽ എന്തുവാ? റേറ്റ് അല്ലേ? മാസ് ട്രാൻസ്ഫർ റേറ്റ് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് dQ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. വിത്ത് റെസ്പെക്ട് ടൈം അല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആണോ? അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ലെറ്റിൽ വേറെ എന്ത് കിട്ടുന്നുണ്ട്? ഔട്ട്ലെറ്റിൽ നമുക്ക് വേറെ എന്ത് കിട്ടുന്നുണ്ട്? വർക്ക് കിട്ടുന്നില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? dW/d എന്ന് എഴുതിക്കൂടെ? എഴുതാമോ? ഈ ഇക്വേഷൻ എഴുതിയത് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ പറയുന്നു എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി ഞാൻ ഇന്നറ്റുള്ള എനർജി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, ഔട്ട്ലെറ്റുള്ള എനർജി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ഇന്നറ്റുള്ള എനർജി എന്ന് പറയുമ്പോഴത്തേന് ഇൻലെറ്റ് സ്ട്രീമിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ W1E1 ആണ്. അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ W1 എടുത്തുകൊണ്ട് മാസ് ട്രാൻസ്ഫർ റേറ്റാണ് എടുത്തത്. അതുകൊണ്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എടുക്കണം. അപ്പോൾ dQ/d എടുക്കുന്നു. ഈസ് ഈക്വൽ ടു ഔട്ട്ലെറ്റ് ഫ്ലോ സ്ട്രീമിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ W2E2 ആണ്. പ്ലസ് അവിടെ നമുക്ക് ഔട്ട്ലെറ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ dW/d എടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോം ഓഫ് എനർജി ബാലൻസ് ഇക്വേഷൻ. ഇത് മനസ്സിലാവും? എനർജി ബാലൻസ് ഇക്വേഷൻ ചെയ്തേക്കുന്നത് മനസ്സിലാവും? എനർജി ബാലൻസ് ഇക്വേഷൻ ചെയ്തേക്കുന്നത് മനസ്സിലാവും? പക്ഷേ ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. നമുക്ക് ഇത്ര മനസ്സിലാക്കി വെക്കുക. കാരണം എനിക്ക് എടുക്കാൻ സമയമില്ല, സമയം തീർന്നല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ സമയം